ലോകത്ത് ഇന്നേ വരെ ഉള്ളതിൽ ഏറ്റവും കരുത്തുറ്റ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ അതാണ് അസീസ് പുറത്തിറക്കിയിരിക്കുന്ന ROG 2 എന്ന സ്മാർട്ട് ഫോൺ. ഈ ഒരു ഫോണിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കുന്നത് മീഷോ എന്ന ആപ്ലിക്കേഷനാണ്. ₹1 പോലും ചിലവാക്കാതെ സ്വന്തം വീട്ടിലിരുന്നു കൊണ്ട് ബിസിനസ് ചെയ്ത് വരുമാനം കണ്ടെത്താൻ സഹായിക്കുന്ന ആപ്ലിക്കേഷനാണ് മീഷോ. മീഷോയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഈ വീഡിയോയ്ക്ക് അവസാനം പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. എക്സിൻ്റെ റിഫ്രഷ് റേറ്റുള്ള അമോ LED ഡിസ്പ്ലേ, ഇന്ന് ലഭ്യമായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച പ്രോസസ്സറായ സ്നാപ്ഡ്രാഗൺ 855+ എന്ന പ്രോസസ്സർ, 8GB RAM, ഇൻറ്റേർണൽ മെമ്മറി 128GB. ഫോണിൽ സംസാരിക്കുമ്പോൾ നല്ല വ്യക്തതയുള്ള സൗണ്ട് ലഭിക്കുന്നതിനായി 4 മൈക്രോഫോണുകൾ, വൈഫൈ കണക്ഷൻ മികച്ചത് ലഭിക്കുന്നതിനായി 4 വൈഫൈ ആൻറ്റിന. ഇങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഏറ്റവും മികച്ച സ്പെസിഫിക്കേഷനുകൾ നൽകുന്ന ഫോണാണ് അസ്യൂസിൻ്റെ ROG 2 എന്ന ഈ ഒരു ഫോൺ. ആദ്യം നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഡിസൈൻ ഒന്ന് പരിശോധിക്കാം. 170.99 മില്ലിമീറ്റർ ഉയരവും 77.60 മില്ലിമീറ്റർ വീതിയും 9.78 മില്ലിമീറ്റർ കനവുമുള്ള ഈ ഒരു ഫോണിന് 240 ഗ്രാമാണ് ഭാരം. ഈ അടുത്തിടയിൽ ഞാൻ റിവ്യൂ ചെയ്ത ഏതൊരു സ്മാർട്ട് ഫോണിലും ഏറ്റവും ഭാരം ഏറിയ ഫോണെന്ന് ഇതിനെ വിശേഷിപ്പിക്കാം. ഫോണിൻ്റെ ഇടതുവശത്തായിട്ട് നമുക്ക് ഇത്തരത്തിലൊരു പോർട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഗെയിമിംഗ് കൺസോളുകൾ ഇവിടെ കണക്ട് ചെയ്യാം. ഇത് കൂടാതെ ഇതിനകത്തൊരു USB Type-C പോർട്ട് കാണും. അപ്പോൾ ഗെയിമൊക്കെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഫോണിൻ്റെ ചാർജ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ USB Type-Cയിൽ ഇത്തരത്തിൽ ചാർജർ കണക്ട് ചെയ്തുകൊണ്ട് ചാർജ് ചെയ്യാം. അപ്പോൾ ഈ താഴെയുള്ള USB Type-Cയിൽ നിന്നുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇതുപോലെ കണക്ട് ചെയ്ത് ചാർജ് ചെയ്യുമ്പോൾ നമുക്ക് ഗെയിം കളിക്കുമ്പോൾ ഫോൺ ഇതുപോലെ പിടിച്ചാൽ നമുക്ക് തടസ്സം ഒന്നും ഉണ്ടാകില്ല. അതേസമയം ഇവിടുത്തെ ചാർജിങ് പോർട്ടിലേക്കാണ് കണക്ട് ചെയ്യുന്നത്, നമുക്ക് ഇത്തരത്തിൽ ഫോൺ പിടിച്ചുകൊണ്ട് ഗെയിം കളിക്കാൻ അതൊരു ബുദ്ധിമുട്ടുണ്ടാകും. അതിന് വേണ്ടിയിട്ടാണ് ഗെയിം കളിക്കുമ്പോൾ ചാർജ് ചെയ്യാനായിട്ട് ഇത്തരത്തിലൊരു എക്സ്ട്രാ ചാർജിങ് പോർട്ടും മറ്റു ഫോണുകളൊന്നും കാണാത്ത ഒരു എക്സ്ട്രാ ചാർജിങ് പോർട്ടും ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫോണിൻ്റെ സിം ട്രേ ഈ കാണുന്ന ഭാഗത്തായിട്ടാണ് നൽകിയിരിക്കുന്നത്. നമുക്ക് ആ ഒരു സിം ട്രേ ഒന്ന് ഇജക്റ്റ് ചെയ്ത് നോക്കാം. ഇതിനകത്ത് ഡ്യുവൽ നാനോ സിം കാർഡുകളാണ് ഇടാൻ സാധിക്കുക. 2 നാനോ സിം കാർഡുകൾ ഒരേ സമയം ഇടാം, പക്ഷേ നമുക്ക് മെമ്മറി കാർഡ് ഇടാനേ സാധിക്കില്ല. ഇനി ഫോണിൻ്റെ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും സാധാരണ ഫോണുകൾ കാണുന്ന പോലെയുള്ള ഒരു USB Type-C ചാർജിങ് പോർട്ടുണ്ട്. അതുപോലെ 3.5mm ഓഡിയോ ജാക്കും നൽകിയിട്ടുണ്ട്. ഇനി ഫോണിൻ്റെ വലത് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ വോളിയം റോക്കേഴ്സും അതിൻ്റെ താഴെയായിട്ട് പവർ ബട്ടണും കാണാം. ഇവിടെയായിട്ട് താഴെയും മുകളിലുമായിട്ട് ഇത്തരത്തിൽ എയർ ട്രിഗേഴ്സ് നൽകിയിട്ടുണ്ട്. ഇത് ഈ കാണുന്ന ചെറിയ ഒരു ഗ്രിപ്പ് പോലെ കാണുന്ന ഭാഗമാണ് ഇവിടുത്തെ ഇതിൻ്റെ എയർ ട്രിഗേഴ്സ്. അപ്പോൾ ഈ എയർ ട്രിഗേഴ്സിൽ പ്രത്യേക ഫംഗ്ഷനുകൾ അസൈൻ ചെയ്തുകൊണ്ട് നമുക്ക് ഗെയിം കളിക്കുമ്പോൾ ഈ എയർ ട്രിഗേഴ്സ് നമുക്ക് ഒരു ഫംഗ്ഷൻ കീ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഫോണിൻ്റെ മുകൾ വശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു നോയിസ് ക്യാൻസലേഷൻ മൈക്ക് കാണാം. മറ്റ് കാര്യമായിട്ട് ഒന്നും തന്നെ ഫോണിൻ്റെ മുകൾ സൈഡിൽ നൽകിയിട്ടില്ല. അതുപോലെ പവർ ബട്ടണിന് താഴെയായിട്ടും നമുക്ക് ഇത്തരത്തിൽ ഒരു നോയിസ് ക്യാൻസലേഷൻ മൈക്ക് കാണാം. ഈ 3.5mm ഓഡിയോ ജാക്കിൻ്റെ അടുത്തും നമുക്കൊരു നോയിസ് ക്യാൻസലേഷൻ മൈക്ക് കാണാം. ഇങ്ങനെ ഈ ഫോണിൻ്റെ 4 ഭാഗങ്ങളിലായിട്ട് നമുക്ക് നോയിസ് ക്യാൻസലേഷൻ മൈക്കുകൾ നൽകിയിട്ടുണ്ട്. കൂടുതൽ വ്യക്തത, നമ്മുടെ സംസാരം വളരെ വ്യക്തമായിട്ട് കോൾ വിളിക്കുന്ന ആൾക്ക് കേൾക്കുന്നതിന് വേണ്ടിയിട്ട് 4 നോയിസ് ക്യാൻസലേഷൻ മൈക്കുകളാണ് ഈ ഫോണിൽ മൊത്തത്തിൽ നൽകിയിരിക്കുന്നത്. ഫോണിൻ്റെ ബാക്ക് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സാധാരണ ഫോണുകളിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡിസൈനാണ് ഈ ഒരു ഫോണിന് അസ്യൂസ് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ക്യാമറ മൊഡ്യൂൾ തന്നെ ഇവിടെ 2 ക്യാമറകളെ ഉള്ളൂ എങ്കിലും അതൊരു പ്രത്യേക ഷേപ്പിനകത്താണ് നൽകിയിരിക്കുന്നത്. അതുപോലെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഡ്യുവൽ LED ലൈറ്റ്, അതും ഒരു സ്പെഷ്യൽ ഡയമണ്ട് കട്ട് പോലെയുള്ള ഒരു ഡിസൈനിലാണ് ആ 2 LED ലൈറ്റും നൽകിയിരിക്കുന്നത്. അതുപോലെ ഇവിടെ ഒരു ഓറ RGB ലൈറ്റ് സ്ട്രിപ്പ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഇത് വ്യത്യസ്തങ്ങളായ കളറിൽ ഇത് നോട്ടിഫിക്കേഷനുകൾ വരുമ്പോൾ ഇത് കാണാൻ സാധിക്കും. അതുപോലെ ഇതിനകത്ത് ചെറിയ ചെറിയ പാറ്റേണുകൾ, ചെറിയ ലൈനിങ്ങുകളൊക്കെ ഇതിൻ്റെ ബോഡിയിൽ കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. കണ്ടില്ല, ഇവിടെ എല്ലാം ഓരോ പ്രത്യേക ഓരോ സ്ട്രിപ്പുകളും ലൈനിങ്ങുകളും ഒക്കെ കൊടുത്തുകൊണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡിസൈനാണ് അസ്യൂസ് ഈ ഫോണിന് നൽകിയിരിക്കുന്നത്. ഇനി ഡിസ്പ്ലേയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡിസ്പ്ലേയുടെ മുകൾ ഭാഗത്ത് കാണുന്ന ഈ ഒരു പോർഷനിലാണ് ഫ്രണ്ട് ക്യാമറ നൽകിയിരിക്കുന്നത്. അതുപോലെ ഇവിടെയായിട്ട് നമുക്ക് ഫ്രണ്ട് ഫേസിങ് സ്റ്റീരിയോ സ്പീക്കറുകൾ കാണാം. ഒരു സ്പീക്കർ ഇവിടെയും ഒരു സ്പീക്കർ താഴെയുമായിട്ട് നൽകിയിരിക്കുന്നു. വളരെ മികച്ച സൗണ്ട് ഔട്ട്പുട്ടാണ് ഈ ഒരു ഫോൺ നൽകുന്നത് എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അടുത്തിടെ റിവ്യൂ ചെയ്ത മിക്ക സ്മാർട്ട് ഫോണുകളെ അപേക്ഷിച്ചും വളരെ മികച്ച ഒരു സൗണ്ട് ഔട്ട്പുട്ട് ഈ ഒരു ഫോൺ നൽകുന്നുണ്ട്. ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു സൗണ്ട് നിങ്ങളെ കേൾപ്പിച്ചു, ജസ്റ്റ് ഇതിൻ്റെ ഒരു ഗെയിം മോഡിലേക്ക് മാറുമ്പോൾ ഉള്ള ആ ഒരു സൗണ്ട് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവും.
മാത്രമല്ല ഈ ഫോണിൻ്റെ നോട്ടിഫിക്കേഷൻ ഏരിയയിൽ തന്നെ നമുക്ക് ഔട്ട്സൈഡിൽ പുറത്തൊക്കെ നിൽക്കുമ്പോൾ സൗണ്ട് ബൂസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ കൂടി നൽകിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇവിടെ ഔട്ട്ഡോർ മോഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ മോഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ ഈ ഫോണിനുള്ള സൗണ്ടിനേക്കാൾ കുറച്ചുകൂടി സൗണ്ട് കൂടുതലായിട്ട് നമുക്ക് അനുഭവപ്പെടും. അപ്പോൾ വളരെ നോയ്സി ആയിട്ടുള്ള കണ്ടീഷനിൽ നമുക്ക് ഈ ഒരു ഔട്ട്ഡോർ മോഡ് എന്ന് പറയുന്ന മോഡ് ഓൺ ചെയ്യാൻ സാധിക്കും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി മികച്ച സൗണ്ട് ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുകയും ചെയ്യും. എന്നാൽ ഈ ഒരു ഔട്ട്ഡോർ മോഡ് ഓൺ ചെയ്യാതെ തന്നെ മികച്ച ഒരു സൗണ്ട് ഔട്ട്പുട്ടാണ് ഈ ഒരു ഫോൺ നൽകുന്നത്. അടുത്തതായിട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ ഒന്ന് പരിശോധിക്കാം. 6.6 ഇഞ്ചിൻ്റെ 120 ഹെഡ്സ് റിഫ്രഷ് റേറ്റുള്ള അമോ LED ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിന് നൽകിയിരിക്കുന്നത്. ലോകത്തെ ഏറ്റവും ആദ്യത്തെ അമോ LED ഡിസ്പ്ലേയിൽ 120 ഹെഡ്സ് റിഫ്രഷ് റേറ്റുള്ള ആദ്യ ഫോൺ ആവുകയാണ് ROG 2 എന്ന ഈ ഒരു ഫോൺ. 1080x2340 ആണ് ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയുടെ സ്ക്രീൻ റെസൊല്യൂഷൻ. 391 ppi ആണ് പിക്സൽ പെർ ഇഞ്ച്. ഫോണിൻ്റെ ഡിസ്പ്ലേക്ക് HDR10ൻ്റെ സപ്പോർട്ട് നൽകുന്നുണ്ട്. ചെറിയ പോറലുകളൊന്നും വീഴാതിരിക്കാൻ ഗൊറില്ല ഗ്ലാസ് 6ൻ്റെ പ്രൊട്ടക്ഷൻ ഫോണിൻ്റെ സ്ക്രീനിൽ നൽകിയിരിക്കുന്നു. 80.21% ആണ് സ്ക്രീൻ ടു ബോഡി റേഷ്യോ. ഡിസ്പ്ലേ ഷാർപ്പും കളർ റീപ്രൊഡക്ഷനൊക്കെ വളരെ മനോഹരവുമാണ്. വ്യൂയിങ് ആംഗിളിലൊന്നും യാതൊരു പ്രശ്നവുമില്ല. ഔട്ട്ഡോർ വിസിബിലിറ്റിയും മികച്ചത് തന്നെയാണ്. അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻ്റ് ഒന്ന് പരിശോധിക്കാം. 48 മെഗാ പിക്സലിൻ്റെ സോണി IMX586 സെൻസറാണ് പ്രൈമറി ക്യാമറയായി ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അപ്പർച്ചർ 1.79 ആണ്. 13 മെഗാ പിക്സലിൻ്റെ 125 ഡിഗ്രി വരെ വൈഡ് ആംഗിളിൽ ചിത്രങ്ങൾ എടുക്കാൻ സഹായിക്കുന്ന സെക്കൻഡറി ക്യാമറയാണ് ഫോണിൽ നൽകിയിരിക്കുന്നത്. ഫോണിൻ്റെ ബാക്ക് സൈഡിൽ പ്രധാനമായും 2 ക്യാമറകളാണ് ഇത്തരത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇരുണ്ട വെളിച്ചത്തിൽ ഫോട്ടോകളൊക്കെ എടുക്കാൻ ബാക്ക് സൈഡിൽ ഡ്യുവൽ LED ഫ്ലാഷ് ലൈറ്റും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഫോണിൽ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ നൽകിയിട്ടില്ല. എന്നാൽ ഇലക്ട്രോണിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ മാത്രമേ ഫോണിൽ നൽകിയിട്ടുള്ളൂ. ഈ ഒരു ഫോണിൻ്റെ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് 4K റെസൊല്യൂഷനിൽ 60 ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെയുള്ള ഹൈ റെസൊല്യൂഷനിൽ നമുക്ക് വീഡിയോകൾ ഷൂട്ട് ചെയ്യാനാകും. സെൽഫി എടുക്കുന്നതിനായി ഫ്രണ്ട് ക്യാമറയായി 24 മെഗാ പിക്സലിൻ്റെ അപ്പർച്ചർ വാല്യൂ 2 ഉള്ള ക്യാമറയാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഫോണിൽ ഞാൻ എടുത്ത ചിത്രങ്ങൾ എൻ്റെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലായ ജയരാജ് നാഥ് എന്ന പ്രൊഫൈൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ആ ചിത്രങ്ങൾ നിങ്ങളുടെ ഫോണിൽ തന്നെ കണ്ടുകൊണ്ട് ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് വിലയിരുത്താനാകും. അടുത്തായി ഫോണിൻ്റെ പെർഫോമൻസ് ആയിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. 2.96 GHz ഒക്ടാ കോർ സ്നാപ്ഡ്രാഗൺ 855+ എന്ന പ്രോസസ്സറാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇന്ന് വരെ ലഭ്യമായിട്ടുള്ളതിൽ ഏറ്റവും മികച്ച പ്രോസസ്സർ എന്ന് നമുക്ക് സ്നാപ്ഡ്രാഗൺ 855+നെ വിലയിരുത്താം. ഫോണിന് 2 റാം വേരിയൻറ്റുകളാണ്. 8GB റാമും 12GB റാമും. ഇൻറ്റേർണൽ മെമ്മറിയായി 128GB 512GB 2 വേരിയൻറ്റുകൾ ലഭ്യമാണ്. അതുപോലെ ഫോണിൻ്റെ മെമ്മറി UFS 3 സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഫയൽ സേവിങ്ങും ഫയൽ റിട്രീവിങ്ങും ഒക്കെ വളരെ ഫാസ്റ്റായിട്ട് തന്നെ നടക്കും. അടുത്തായിട്ട് ഈ ഒരു ഫോണിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്കൊന്ന് പരിശോധിക്കാം. ആൻഡ്രോയിഡ് 9 Pie അധിഷ്ഠിതമായ ROG UI എന്ന യൂസർ ഇൻ്റർഫേസിലാണ് ഈ ഒരു ഫോൺ പ്രവർത്തിക്കുന്നത്. ഇനി ഫോണിൻ്റെ ബാറ്ററി സൈഡ് നോക്കാം. 6000 mAh ബാറ്ററിയാണ് ഈ ഒരു ഫോണിന് പവർ നൽകുന്നത്. 30 വാട്ടിൻ്റെ വരെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുമെങ്കിലും ഫോണിൻ്റെ ബോക്സിനോടൊപ്പം 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് നൽകിയിരിക്കുന്നത്. ചാർജ് ചെയ്യുന്നതിനായി USB Type-C കേബിൾ നൽകിയിരിക്കുന്നു. 6000 mAh ബാറ്ററി ഉള്ളത് കാരണം നമുക്ക് ഒരു ഫുൾ ചാർജ് ചെയ്താൽ 2 ദിവസമൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു ഫോണിൻ്റെ ബാറ്ററി ബാക്കപ്പ് ലഭിക്കും. ഇനി ഈ ഫോണിൻ്റെ മറ്റ് ഫീച്ചറുകൾ ഒറ്റ നോട്ടത്തിൽ നോക്കാം. ഫോണിൻ്റെ ബാക്ക് സൈഡിലായി ഇത്തരത്തിലൊരു RGB ലൈറ്റിംഗ് സ്ട്രിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിൽ വ്യത്യസ്തങ്ങളായ നിറത്തിലുള്ള ലൈറ്റുകൾ നമുക്ക് നോട്ടിഫിക്കേഷനുകളിലൊക്കെ വരുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഫോണിൻ്റെ മുകൾ സൈഡിലായി ഇത്തരത്തിൽ എയർ ട്രിഗേഴ്സ് നൽകിയിട്ടുണ്ട്. ഇതൊരു മികച്ച ഗെയിമിംഗ് സ്മാർട്ട് ഫോണാണ്. അതുകൊണ്ട് തന്നെ ഗെയിം കളിക്കുമ്പോൾ ഈ എയർ ട്രിഗേഴ്സിൽ വ്യത്യസ്തങ്ങളായ ഫംഗ്ഷനുകൾ അസൈൻ ചെയ്തുകൊണ്ട് കൂടുതൽ എളുപ്പത്തിൽ ഗെയിം കളിക്കാൻ സാധിക്കും. നമ്മൾ മറ്റൊരാളുമായി സംസാരിക്കുമ്പോൾ നമ്മുടെ സൗണ്ട് വളരെ കൃത്യമായി റെക്കോർഡ് ചെയ്യുന്നതിനായി 4 മൈക്രോഫോണുകളാണ് ഈ ഫോണിൻ്റെ പല ഭാഗത്തായി നൽകിയിരിക്കുന്നത്. വൈഫൈയുടെ കണക്ടിവിറ്റി മികച്ചതായി ലഭിക്കുന്നതിനായി 4 വൈഫൈ ആൻറ്റനുകളും ഈ ഫോണിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ ചാർജിങ്ങിനായിട്ട് സാധാരണ ഫോണുകളിലൊക്കെ ഒരു ചാർജിങ് പോർട്ടാണ് ഉണ്ടാവുക. എന്നാൽ ഈ ഒരു ഫോണിൽ 2 USB Type-C ചാർജിങ് പോർട്ടുകളുണ്ട്. ഫോണിൽ DTS സൗണ്ട് സംവിധാനം നൽകിയിട്ടുണ്ട്. അതുപോലെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എന്ന ഫീച്ചർ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഫോണിൽ ടൈമും നോട്ടിഫിക്കേഷനുകളും ഒക്കെ എപ്പോഴും ഫോണിൻ്റെ ഡിസ്പ്ലേ ഓണായി തന്നെ കാണാൻ സാധിക്കും. ഫ്രണ്ട് ഫേസിംഗ് ആയിട്ടുള്ള സ്റ്റീരിയോ സ്പീക്കറുകളാണ് ഫോണിൽ നൽകിയിരിക്കുന്നത്. അത് വളരെ മികച്ച ക്വാളിറ്റിയുള്ള സ്പീക്കറാണെന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഈ അടുത്ത കാലത്ത് റിവ്യൂ ചെയ്ത ഏതൊരു ഫോണുകളിലും ശബ്ദം ഏറ്റവും കൂടുതലായിട്ട് പുറത്തേക്ക് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ് ഇതെന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു.
ഫോണിൽ ഡാർക്ക് മോഡുണ്ട്. അതുകൊണ്ട് തന്നെയും നമുക്ക് ഫോൺ രാത്രിയൊക്കെ ഉപയോഗിക്കുമ്പോൾ ഡാർക്ക് മോഡ് ഓൺ ചെയ്താൽ കണ്ണിന് ആയാസം കുറയ്ക്കാൻ സാധിക്കും. 3.5mm ഓഡിയോ ജാക്ക് ഈ ഒരു ഫോണിൽ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയും മറ്റ് ഹെഡ്സെറ്റുകളൊക്കെ ഈ ഫോണിൽ കണക്ട് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാം. NFC സപ്പോർട്ട് നൽകിയിട്ടുണ്ട്, ഫേസ് അൺലോക്ക് സംവിധാനം നൽകിയിട്ടുണ്ട്, ഫിംഗർ പ്രിൻറ്റ് സെൻസറും നൽകിയിട്ടുണ്ട്. ഫോണിലെ ഫിംഗർ പ്രിൻറ്റ് സംവിധാനം ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ തന്നെയാണ് നൽകിയിരിക്കുന്നത്. FM റേഡിയോ സപ്പോർട്ടും USB OTG സപ്പോർട്ടും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഫോൺ ഒരൊറ്റ കളറിൽ മാത്രമേ ലഭ്യമാകുന്നുള്ളൂ, ബ്ലാക്ക് കളർ. ഇന്ന് ഈ വീഡിയോയിൽ കാണുന്ന ഈ ബ്ലാക്ക് കളറിൽ മാത്രമാണ് ഈ ഒരു ഫോൺ ലഭിക്കുക. അടുത്തതായിട്ട് ഈ ഫോണിൻ്റെ സാർ വാല്യൂ എന്ന് പറയാം. 1.144 ആണ് ഹെഡിനുള്ള സാർ വാല്യൂ, 0.657 ആണ് ബോഡിക്കുള്ള സാർ വാല്യൂ. ഇനി ഈ ഫോണിൻ്റെ പ്രധാനപ്പെട്ട നേട്ടങ്ങളൊന്ന് പരിശോധിക്കാം. 120 ഹെഡ്സിൻ്റെ റിഫ്രഷ് റേറ്റുള്ള ഡിസ്പ്ലേ തന്നെയാണ് ഈ ഫോണിൻ്റെ ഏറ്റവും വലിയ നേട്ടമായിട്ട് എടുത്തു പറയേണ്ടത്. അതുപോലെ ഇതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റി വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫോണാണ്. പെട്ടെന്നൊന്നും യാതൊരു തകരാറും ഈ ഒരു ഫോണിൻ്റെ ബോഡിക്കൊന്നും സംഭവിക്കില്ല. മികച്ച ഒരു ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. അതുപോലെ ഫോണിൻ്റെ മാസീവായിട്ടുള്ള ബാറ്ററി, 6000 mAh ബാറ്ററി, അത് എടുത്തു പറയേണ്ട ഒരു നേട്ടം തന്നെയാണ്. 3.5mm ഓഡിയോ ജാക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതും നേട്ടമായിട്ട് കരുതാം. അടുത്തായിട്ട് ഫോണിൻ്റെ കോട്ടങ്ങളൊന്ന് പരിശോധിക്കാം. ഈ ഫോൺ വളരെ ഹെവി ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ബൾക്കി ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. ഞാൻ പറഞ്ഞില്ലേ 240 ഗ്രാമാണ് ഈ ഒരു ഫോണിൻ്റെ ഭാരം. അടുത്തിടെ ഞാൻ റിവ്യൂ ചെയ്ത മിക്ക ഫോണുകളും ഒരു 200 ഗ്രാം വരെയുള്ള ഭാരമുള്ള ഫോണുകളായിരുന്നു. അത്തരം ഫോണുകളുമായിട്ട് അപേക്ഷിച്ച് നോക്കുമ്പോൾ അല്പം ബൾക്കിയാണ്. പക്ഷേ നമ്മൾ കുറച്ച് ദിവസം ഈ ഫോൺ ഉപയോഗിച്ച് ശീലമായി കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഭാരം നമുക്കൊരു വലിയ പ്രശ്നമല്ലാതെ മാറും. എന്നിരുന്നാലും ഒരു ബൾക്കി ഫോണാണെന്ന് പറയാതിരിക്കാൻ വയ്യ. പിന്നെ ഈ ഒരു ഫോൺ ഇത്രയും സ്പെസിഫിക്കേഷനുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇത് വാട്ടർ റെസിസ്റ്റൻ്റ് അല്ല എന്നുള്ളതും വയർലെസ് ചാർജിങ് സംവിധാനം ഫോണിൽ നൽകിയിട്ടില്ല എന്നുള്ളതും കോട്ടമായി പറയാം. അതുപോലെ ലോ ലൈറ്റിൽ, ഇരുണ്ട വെളിച്ചത്തിലൊക്കെ ക്യാമറ പെർഫോമൻസ് അത്ര മികച്ച ഒരു ക്യാമറ പെർഫോമൻസ് നൽകുന്നില്ല. എന്നാൽ പകൽ വെളിച്ചത്തിൽ മികച്ച ക്യാമറ പെർഫോമൻസ് നൽകുന്നുമുണ്ട്. അതുപോലെ ഫോണിൽ എക്സ്റ്റേണൽ മെമ്മറി കാർഡ് ഉപയോഗിച്ചുകൊണ്ട് മെമ്മറി വർദ്ധിപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ളതും ഈ ഫോണിൻ്റെ പോരായ്മയായി പറയാം. അടുത്തതായിട്ട് നമ്മളേവരും കാത്തിരിക്കുന്ന ഫോണിൻ്റെ പ്രൈസിംഗ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഫോൺ 2 വേരിയൻറ്റുകളിലാണ് ലഭ്യമാവുക. 8GB റാം, 128GB ഇൻറ്റേർണൽ മെമ്മറി വേരിയൻറ്റ്. ഇതിൻ്റെ വില 37,999 രൂപയും. 12GB റാം, 512GB ഇൻറ്റേർണൽ മെമ്മറി വേരിയൻറ്റ്. ഇതിൻ്റെ വില 59,999 രൂപയുമാണ്. ഓർക്കുക, ഈ ROG 2 എന്ന ഫോണിൻ്റെ ആദ്യ വെർഷനായ ROG 1 പോലും ഈ വേരിയൻറ്റുകളിൽ പറഞ്ഞ വിലയേക്കാൾ കൂടിയ വിലയ്ക്കായിരുന്നു വിറ്റിരുന്നത്. ചുരുക്കി പറഞ്ഞാൽ ROG 2 ROG 1 വിലക്കുറവിലാണ് വിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് വേരിയൻ്റ് 8GB 128GB ഇത് 38,000 രൂപയ്ക്ക് നമുക്ക് വാങ്ങാൻ സാധിക്കുന്നു. സത്യത്തിൽ ഇതൊരു മികച്ച പ്രൈസിംഗ് ആണെന്ന് പറയേണ്ടി വരും. ഈ 38,000 രൂപയ്ക്ക് മികച്ച സ്പെസിഫിക്കേഷനുകൾ ഇന്ന് ലഭ്യമായിട്ടുള്ള ഏതൊരു ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണുകളിലും ഉള്ളതിൽ മികച്ച ഒരു സ്പെസിഫിക്കേഷൻ, ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു സ്പെസിഫിക്കേഷനാണ് നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെയും ഈ ഫോണിൻ്റെ ഈ ഒരു 38,000 എന്ന ആ ഒരു വില അതൊരു കൂടുതലല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഒരുപാട് ഗെയിമൊക്കെ കളിക്കുന്നവർക്ക് തീർച്ചയായിട്ടും പരിഗണിക്കാവുന്ന ഒരു ഫോണാണ്. ഇനി ഗെയിം കളിക്കാത്തവർക്കും ഇതൊരു മികച്ച ഫോൺ തന്നെയാണ്. കാരണം അത്രയധികം മികച്ച ഒരു പെർഫോമൻസ് ഈ ഒരു ഫോൺ കാഴ്ചവെക്കുന്നുണ്ട്. സ്വന്തം വീട്ടിലിരുന്നു കൊണ്ട് 1 രൂപ പോലും ചിലവാക്കാതെ സാധനങ്ങൾ റീസെല് ചെയ്തുകൊണ്ട് പണം സമ്പാദിക്കാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് മീഷോ. മീഷോ എന്ന ആപ്ലിക്കേഷനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ നേരത്തെ തന്നെ ചെയ്തിട്ടുള്ളതാണ്. അത് കണ്ടിട്ടില്ലാത്തവർക്ക് ഈ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ഒരു വീഡിയോ കാണാവുന്നതാണ്. മീഷോ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ വെച്ചിട്ടുമുണ്ട്. പ്ലേ സ്റ്റോറിലും മറ്റും മികച്ച റേറ്റിംഗ് ഉള്ള ഒരു നല്ല ആപ്ലിക്കേഷൻ തന്നെയാണ് മീഷോ. അപ്പോൾ ഈ ഫോണിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈ വീഡിയോയെക്കുറിച്ചും ഫോണിനെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്താം. ഈ ഫോണും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ ലൈക്ക് ബട്ടൺ ഉണ്ട്, ലൈക്ക് ചെയ്യാം. ഈ വീഡിയോ ചാനൽ തയ്യാറാക്കുന്ന ഇതുപോലെ ഏറ്റവും പുതിയ ഫോണുകളെക്കുറിച്ചുള്ള വിശേഷങ്ങളും ടെക് രംഗത്തെ ഏറ്റവും പുതിയ ചലനങ്ങളും മലയാളത്തിൽ ആദ്യം നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ഇനിയും നിങ്ങൾ ഈ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ യൂട്യൂബിൽ ജയരാജ് ജി നാഥ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിൽ ജയരാജ് ജി നാഥ് ഒഫീഷ്യൽ എന്ന പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. ഇൻസ്റ്റാഗ്രാമിലുമുണ്ട് ജയരാജ് ജി നാഥ്, ടിക്ടോക്കിൽ ജയരാജ് ജി നാഥ് ഒഫീഷ്യൽ. അപ്പോൾ ഇതുപോലെ മനോഹരമായ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ്, ജയരാജ്. എൻ്റെ മുടിക്ക് എന്ത് പറ്റിയെന്നല്ലേ നിങ്ങൾ ഈ ആലോചിക്കുന്നത്? ഒന്നും മുടി വെട്ടി എന്നുള്ളത് മാത്രമേ ഞാൻ ചെയ്ത തെറ്റ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.